2015 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടനായി ചാർലിയിലെ അഭിനയത്തിന് ദുൽഖർ സൽമാനും മികച്ച നടിയായി പാർവതിയും തെരഞ്ഞെടുക്കപ്പെട്ടു. സനിൽകുമാർ ശശിധരന്റെ ഒഴിവു ദിവസത്തെ കളിയാണ് മികച്ച ചിത്രം. ചാർലിയിലൂടെ മാർട്ടിൻ പ്രകാട് മികച്ച സംവിധായകനുള്ള പുരസ്കാരം സ്വന്തമാക്കി. 2015 സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ 8 അവാർഡുകൾ ചാർലി സ്വന്തമാക്കിയപ്പോൾ 7 അവാർഡുകൾ എന്ന് നിന്റെ മൊയ്തീൻ കരസ്ഥമാക്കി. ചാർലിയിലെ അഭിനയ മികവിന് ദുൽഖർ സൽമാനും ചാർലി എന്ന് നിന്റെ മൊയ്തീൻ എന്നിവയിലെ പ്രകടനത്തിന് പാർവതി മേനോനും മികച്ച അഭിനേതാക്കളായി. മികച്ച നടൻ ദുൽഖർ സൽമാൻ, ചിത്രം ചാർലി. മികച്ച നടി പാർവതി, ചിത്രങ്ങൾ ചാർലി എന്ന് സ്വന്തം മൊയ്തീൻ. ചാർലിക്കായി മാർട്ടിൻ പ്രക്കാട്ട് മികച്ച സംവിധായകനായി. സനിൽകുമാർ ശശിധരന്റെ ഒഴിവു ദിവസത്തെ കളിയാണ് മികച്ച ചിത്രം. മനോജ് ഖാനയുടെ അമീബയാണ് മികച്ച രണ്ടാമത്തെ ചിത്രം. നിർണായകത്തിലെ അഭിനയത്തിന് പ്രേം പ്രകാശും ബെന്നിലെ പ്രകടനത്തിന് അഞ്ജലി PVയും മികച്ച സ്വഭാവ നടീനടന്മാരായി. ലുക്ക ചുപ്പി, സൂസു, സുതിവാഗ്മീകം എന്നിവയിലൂടെ ജയസൂര്യ പ്രത്യേക ജൂറി അവാർഡിന് അർഹനായി. ബെന്നിലെയും മാൽഗുഡി ഡേയ്സിലെയും അഭിനയത്തിന് ഗൗരവ് ജി മേനോനും ജാനകി മേനോനും ബാലതാരങ്ങളായി. മികച്ച തിരക്കഥാകൃത്ത് ഹരികുമാർ, ചിത്രം കാറ്റും മഴയും. ഛായാഗ്രാഹകൻ ജോമോൻ T. ജോൺ, ചിത്രങ്ങൾ ചാർലി എന്ന് നിന്റെ മൊയ്തീൻ, നീന. മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡ് ഉണ്ണിയാറും മാർട്ടിൻ പ്രക്കാട്ടും ചാർലിക്കായി പങ്കിട്ടു. എന്ന് നിന്റെ മൊയ്തീനിലെ ഗാനത്തിന് റഫീഖ് അഹമ്മദ് മികച്ച ഗാനരചയിതാവായപ്പോൾ ഇടവപ്പാതി, എന്ന് നിന്റെ മൊയ്തീൻ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്കായി രമേശ് നാരായണൻ മികച്ച സംഗീത സംവിധായകനായി. പത്തേമാരി, നീന എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ബിജിപാലിനെ മികച്ച പശ്ചാത്തല സംഗീത സംവിധായകനാക്കി. P. ജയചന്ദ്രനും മധുശ്രീ നാരായണനും മികച്ച ഗായകനും ഗായികയുമായി. ജനപ്രിയ ചിത്രം RS വിമലിന്റെ എന്ന് നിന്റെ മൊയ്തീൻ. ലവ് 24/7 ശ്രീബാല K. മേനോൻ മികച്ച നവാഗത സംവിധായകയായി. തോമസ് ദേവസിയുടെ മാലേറ്റം മികച്ച കുട്ടികളുടെ ചിത്രമായി. മികച്ച സിനിമാ ഗ്രന്ഥമായി KB വേണുവിന്റെ KG ജോർജിന്റെ ചലച്ചിത്രയാത്രകൾ തിരഞ്ഞെടുക്കപ്പെട്ടു. സമാന്തര സിനിമകൾക്ക് അംഗീകാരം ലഭിച്ച ഇത്തവണ എന്നാൽ നിലവാരമുള്ള ചിത്രങ്ങൾ കുറവായിരുന്നുവെന്നും ജൂറി വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.